ഓണത്തിന് ഒരുപാട് മലയാള സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഒരു പുതിയ സിനിമ ഇറങ്ങുകയാണ്, തുടക്കം എന്നൊക്കെ പറഞ്ഞിട്ട്. മോഹൻലാലുണ്ട് ഇതിൻ്റെ അകത്ത്, മോഹൻലാലിൻ്റെ മകളുണ്ട് വിസ്മയ മോഹൻലാൽ. ഇങ്ങനെ ഇവരൊക്കെ കൂടിയിട്ട് ഒരു പടം. സോ ഈ ഒരു ഓണത്തിന് പോയിട്ട് സിനിമ കാണാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അതിനിടയിലായിട്ടൊരു റിലീസ് വന്നിരിക്കുകയാണ്, തുടക്കം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നത് ജൂഡ് ആന്റണിയാണ്. എല്ലാവർക്കും അറിയായിരിക്കും, 2018 എന്നുള്ള ഒരു പടം ഇറക്കിയത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഓം ശാന്തി ഓശാന എന്നുള്ള പടം 2014 ഇദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തത്. 2014 ഓം ശാന്തി ഓശാന ഡയറക്റ്റ് ചെയ്തതിന് ശേഷം ഇദ്ദേഹം എങ്ങോട്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ഇദ്ദേഹം പിന്നെ ഇൻവിസിബിളായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് പിന്നെ മറ്റ് സിനിമകളൊക്കെ ആയിട്ടാണ്. അങ്ങനെ ഇദ്ദേഹം ഇപ്പോൾ ഈ ഒരു തുടക്കം എന്നുള്ള സിനിമയായിട്ട് വന്നിരിക്കുകയാണ്. ഒരു പടത്തിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങി. ട്രെയിലർ കണ്ടിട്ട് വളരെ അൺയൂഷ്വലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ട്രെയിലർ. അതിൽ തന്നെ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ വിസ്മയ മോഹൻലാലിന് ഒരു സംഗതി കൊടുക്കുന്നുണ്ട്. അതായത് വിസ്മയ മോഹൻലാൽ സിനിമയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. മോഹൻലാൽ എന്നുള്ള ഒരു വലിയ ബ്രാൻഡ് നെയിം അവിടെ ഉണ്ടെങ്കിലും ഒരു മകള് വരുമ്പോൾ ഒരു ഇൻട്രോ കൊടുക്കണമല്ലോ. ഓക്കെ, ഒന്ന് അവതരിപ്പിക്കണമല്ലോ, ഇന്ന ആളാണ്, പരിചിതമാക്കണമല്ലോ ആളുകൾക്ക്. അതിനു വേണ്ടിയിട്ട് വിസ്മയ മോഹൻലാലിൻ്റെ പേര് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ഇൻട്രോ പോലൊരു സാധനമൊക്കെ ഒരു ട്രെയിലർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ട്രെയിലറിൻ്റെ പകുതി വരെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള കുറേ നല്ല നിമിഷങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനിടയിൽ സായികുമാറൊക്കെ ഉണ്ട്, ഒരു പ്രധാന വേഷമാണ് ഇദ്ദേഹം ഇതിൻ്റെ അത് ചെയ്യുന്നത്. അപ്പോൾ സാധാരണമായിട്ട് കിടക്കുന്നൊരു കുടുംബത്തിൽ പിന്നെ വന്നു കയറുന്ന കുറച്ച് ആളുകളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് പടത്തിനകത്ത് ഉദ്ദേശിക്കുന്നതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു ട്രെയിലർ പുരോഗമിച്ച് ഒരു പകുതിയൊക്കെ എത്തുമ്പോഴത്തേനും സംഗതി ട്രാക്ക് മൊത്തം മാറിയിട്ട് അതുവരെ സുഖമായിട്ട് നല്ല പ്ലസൻ്റായിട്ട് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിലേക്ക് കുറേ ഫൈറ്റ്, അറ്റാക്കുകൾ, പ്രശ്നങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കാണിച്ച് ട്രെയിലർ പിന്നീട് അങ്ങോട്ടേക്കുള്ള സെക്കൻഡ് ഹാഫ് ട്രെയിലറിൻ്റെ ഇതൊക്കെയാണ് നടക്കുന്നത്. മൊത്തം അടി പ്രശ്നങ്ങൾ, കാര്യങ്ങൾ. യൂഷ്വൽ ഒരു ത്രില്ലർ ടെംപ്ലേറ്റിലേക്ക് സംഭവം മാറുവാണ്. ഈ ഒരു പടം വരുന്നത് ശരിക്കും ഡ്രാമ കാറ്റഗറിയിലാണ്. അതിനൊപ്പം തന്നെ ത്രില്ലർ എലമെൻസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ത്രില്ലർ ഇൻവെസ്റ്റിഗേറ്റീവ് അല്ല ഈ ഒരു പടം. അത്രമാത്രമൊന്നും ഹോപ്പുകളൊന്നും അല്ല തരുന്നത്. മറിച്ച് ജൂഡാന്തിന് തന്നെ പടത്തിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലുള്ള യൂഷ്വൽ ടെംപ്ലേറ്റ് ത്രില്ലർ, അതും ഫാമിലിയിൽ നടക്കുന്ന ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ്. സോ മൊത്തത്തിൽ ഇതിൽ ക്യൂരിയോസിറ്റി ഉള്ള, ആകാംക്ഷയുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. ഇതിനകത്ത് ലാലേട്ടൻ മോഹൻലാൽ എപ്പോൾ വരും, എന്തിന്, ഫോർ വാട്ട് പർപ്പസ്, മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തിലാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, വിസ്മയ മോഹൻലാൽ എന്താണ് ഈ ഒരു പടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വിസ്മയ മോഹൻലാലിന് ആ ഒരു പടത്തിനകത്ത് എന്താണ് ചെയ്യാനുള്ളത്, അങ്ങനെ ഒരു ഫാക്ടർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് ചോദിക്കത്തക്കതായിട്ട് ഉള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ മോഹൻലാൽ എമ്പുരാൻ എന്നുള്ള സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇതിൻ്റെ അകത്ത് ഒരു ഫോറസ്റ്റ് ഫൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നു. അതിൽ മഞ്ജു വാര്യർ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ അതിൽ രക്ഷകനായിട്ട് മോഹൻലാൽ വന്ന് അവതരിക്കുന്ന ഒരു സീൻ. അതുവരെ പറഞ്ഞ എമ്പുരാനെ അല്ലെങ്കിൽ പുരുഷ എബ്രാഹിമിനെ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ മുണ്ടും മടക്കി കുത്തിയ സ്റ്റീഫൻ നെടുമ്പള്ളീനെ കാണുകയാണ് ആ ഒരു ടൈമിൽ. സോ അപ്പോൾ ആകപ്പാട എമ്പുരാൻ എന്നുള്ള സിനിമയ്ക്കകത്ത് രോമാഞ്ചമുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയത് പേഴ്സണലി അത് മാത്രമായിരുന്നു അന്ന് ഇറങ്ങിയ ടൈമിൽ. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും എൻട്രി ആയിരിക്കുമോ അല്ലെങ്കിൽ മാസമായിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. ബട്ട് നിലവിൽ ലാലേട്ടൻ്റെ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു സ്റ്റാർഡൊക്കെ വെച്ചിട്ട് ഇദ്ദേഹം ചെറിയൊരു ക്യാമിയോ ചെയ്താൽ പോലും അത് വലിയ രീതിയിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലാണ് ഫിലിം മേക്കേഴ്സ് നോർമലി എടുത്തു വയ്ക്കാറ്. കാരണം എങ്ങനെ പോയാലൊരു മിനിമം മാസ് എലമെൻ്റ് അതിനകത്ത് വേണം എന്നുള്ളൊരു ആവശ്യം ഉള്ളതുപോലെയാണ് ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. മുമ്പ് ഇറങ്ങിയിട്ടുള്ള ചില സിനിമകൾ, പാട്രിയറ്റ് എന്നുള്ള സിനിമയൊക്കെ എടുത്താലും അറിയാം, കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. പാട്രിയറ്റ് ഒരു തരത്തിലും മാസീവായിട്ടുള്ളൊരു സാധനമല്ല, പറഞ്ഞ സ്റ്റാർഡം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു മഹേഷ് നാരായണൻ. പക്ഷെ എന്നാലും സ്റ്റിൽ ആ ഒരു പടം നോക്കിയാൽ അറിയാം അതിൻ്റെ അകത്ത് മാസ് രംഗങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ചില കുറച്ച് സാധനങ്ങളെ വരുന്നുള്ളൂ, അതിൻ്റെ അകത്തൊക്കെ കുറച്ച് മാസ് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു ഇൻഡയറക്റ്റ് ആയിട്ട്. സോ അതുപോലെ തന്നെ ഈ ഒരു പടത്തിൻ്റെ അകത്തും അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മാസീവ് എലമെൻറ്റ്സ് ഉണ്ടാവുമോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. എന്നാണെച്ചാലും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഇമ്പാക്റ്റ് കിട്ടുള്ളൂ എന്നുള്ളത് ഡെഫിനറ്റ് ആണ്. അതോ ഇനി ഒന്നുമല്ല
ജസ്റ്റ് ഒരു വഴിപോക്കനെ പോലത്തെ ജസ്റ്റ് ഫ്രണ്ടായിട്ട് വരുന്നൊരു കഥാപാത്രമാണോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല വഴിപോക്കൻ ക്യാരക്ടർ ആയിരിക്കുമെന്ന്. മറിച്ച് തമ്മിൽ തല്ലാൻ അടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വരുന്നൊരു ക്യാരക്ടറിനെ പോലെ തോന്നിയത്. എന്തായാലും ഈ ഒരു പടം ഇറങ്ങട്ടെ. പടം ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വിശകലനം ചെയ്യാം. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈ ഒരു പടത്തെ പറ്റി ഒരു ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പടത്തിന് ശേഷം ഡിസ്കസ് ചെയ്യാം.